The Real FM 103.6. ശ്രദ്ധ. ഏറ്റവും ജനപ്രിയമായ മാധ്യമം എന്ന നിലയിൽ സിനിമയ്ക്ക് സമൂഹത്തിലുള്ള പ്രാധാന്യം വളരെ വലുതാണ്. സിനിമ പലപ്പോഴും നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥയുടെ പ്രതിഫലനമാണ്. അതേസമയം അത് സമൂഹത്തെ സ്വാധീനിക്കുന്നുമുണ്ട്. ഉല്ലാസത്തിന് എന്നതുപോലെ തന്നെ സിനിമ ഒരു ആശയവിനിമയ മാധ്യമം കൂടിയാണ്. നല്ല സിനിമകൾ നല്ല ജീവിത സന്ദേശങ്ങൾ പകർന്നു നൽകുന്നു. അക്രമവും ലൈംഗികതയും നിറഞ്ഞ സിനിമകൾ യുവമനസ്സുകളെ ദോഷകരമായി സ്വാധീനിച്ചേക്കാം. അതിനാലാണ് രാജ്യത്ത് സെൻസർ ബോർഡ് സിനിമകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മലയാളത്തിലെ ഏറ്റവും വയലൻ്റായ സിനിമ എന്ന വിശേഷണത്തോടെ പുറത്തിറങ്ങി ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായ ഒരു ചിത്രത്തിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ടെലിവിഷൻ പ്രദർശനാനുമതി നിഷേധിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഗാംഗിസവും അതിനെ തുടർന്നുള്ള അക്രമങ്ങളും വർദ്ധിച്ചു വരുന്നതിന് വയലൻസിന് അമിത പ്രാധാന്യം നൽകുന്ന സിനിമകൾ കാരണമാകുന്നു എന്ന വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയമാണ് ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം മാതൃഭൂമി ചീഫ് റിപ്പോർട്ടറും ചലച്ചിത്ര നിരൂപകനുമായ ജി ജ്യോതിലാൽ പ്രതികരിക്കുന്നു. ദൃശ്യം മോഡൽ കൊല, മാർക്കോ മോഡൽ അക്രമം എന്നിങ്ങനെ വാർത്തകളിൽ അടിക്കടി വരുന്ന കാലത്ത് സിനിമ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറിയിരിക്കുകയാണ്. അനുദിനം വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും കൊല്ലും കൊലയും കാണുകയും ചില സിനിമകളിലെ രംഗങ്ങൾ മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ പിടിച്ചുലയ്ക്കുകയും ചെയ്യുന്ന വർത്തമാനകാലത്ത് ഇത്തരമൊരു ചിന്ത സ്വാഭാവികം. പക്ഷേ ഈ അഭിപ്രായത്തോട് വ്യക്തിപരമായി എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം ഒരു അക്രമമുള്ള സിനിമ കണ്ടാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തൊരു മനുഷ്യരാണിത് എന്ന ചിന്തയാണ് എൻ്റെ മനസ്സിൽ കടന്നു വരാറുള്ളത്. നല്ല സിനിമകളും ധാരാളം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അത് കണ്ട് നന്നായി കളയാമെന്ന് വിചാരിക്കുന്നവരും ഇവിടെ എത്രത്തോളം ഉണ്ട് എന്ന് അന്വേഷിക്കണം. ചില റോൾ മോഡലുകൾ, നായകന്മാർ, കടുത്ത ആരാധന തോന്നുന്നവർ എന്നിങ്ങനെ അവരുടെ ചെയ്തികൾ അത് സ്ക്രീനിലായാലും ജീവിതത്തിലായാലും ചെറിയ അളവിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ അത് കുറച്ചു മനസ്സുകളെ മാത്രമാണ്. കലയ്ക്ക് പണ്ടേ പറഞ്ഞിട്ടുള്ള മറ്റൊരു ധർമ്മമുണ്ട്, അരിസ്റ്റോട്ടിലിൻ്റെ കഥാർസിസ് എന്ന സിദ്ധാന്തം. കലയിലൂടെ ഇത്തരം അക്രമവും കൊള്ളരുതായ്മകളും കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രാജഡിയായ ഒരു അവസാനം ഉണ്ടാവുമ്പോൾ വികാര വിരേചനം സംഭവിക്കുകയും മനസ്സ് വിമലീകരിക്കപ്പെടുകയും ചെയ്യും എന്നതാണത്. അങ്ങനെയും കലയ്ക്കൊരു ധർമ്മമുണ്ട്. ഇതെല്ലാം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യുദ്ധവും അക്രമവും സഹോദരങ്ങളെ കൊല്ലുകയും ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇതിഹാസങ്ങളിൽ പോലുമുണ്ട്. അതിൻ്റെ എല്ലാം ആത്യന്തികമായ ദുരന്തം ദുഃഖമാണ്, ഒറ്റപ്പെടലാണ് എന്നുകൂടി മനസ്സിലാക്കുന്നിടത്താണ് മൂല്യബോധം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കലാരൂപത്തെ സമീപിക്കുമ്പോഴും മൂല്യബോധത്തോടെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തുക എന്നിടത്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് തോന്നുന്നു. ഒരാളെ അടിച്ചു കൊല്ലുക, അടിച്ചൊതുക്കുക എന്നിടത്താണ് ഹീറോയിസം എന്ന് വന്നാൽ, അത് വ്യക്തിയുടെ ഉള്ളിൽ ഹീറോ ആവാനുള്ളൊരു വാഞ്ച സൃഷ്ടിക്കുന്നു എന്ന് വന്നാൽ അത് അപകടമാണ്. നീതി വിജയിക്കുകയും തിന്മകളെ നന്മകൾ തോൽപ്പിക്കുകയും ചെയ്യുന്ന കലാരൂപങ്ങൾ ഉണ്ടാവുന്നത് ഒരു പരിധിവരെ ആരോഗ്യകരമായ സാമൂഹികാവസ്ഥയ്ക്ക് സഹായകമാണ്. എന്നാൽ കലാരൂപങ്ങളിൽ കാണുന്നതിനപ്പുറം ക്രൂരതകൾ പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് കല മാത്രമല്ല ഇവിടെ കുറ്റക്കാരെന്ന് പറയാൻ തോന്നുന്നത്. അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു മൂല്യബോധത്തിൻ്റെ വളർച്ച കുട്ടിക്കാലം മുതലേ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ ഇത്തരം സിനിമകൾ ഇവിടെ സംഭവിക്കില്ല. കലാകാരന്മാർ ആ വഴിക്ക് ചിന്തിക്കില്ല. ഇത്തരം സിനിമകൾ വിജയിക്കുന്നിടത്ത് നമ്മുടെ ആസ്വാദനത്തിന് എന്തോ പിഴവുണ്ടെന്നാണ് അർത്ഥം. അത്തരം സിനിമകൾ കണ്ട് അക്രമത്തിനിറങ്ങുന്നിടത്തും എന്തോ കുഴപ്പമുണ്ട്. അത് കണ്ടെത്തി തിരുത്താനുള്ള ഒരു ശ്രമമാണ് വേണ്ടത്. വ്യക്തിത്വം പൂർണ്ണമായി രൂപപ്പെടാത്ത തലച്ചോറിലേക്ക് സ്ഥിരമായി അക്രമങ്ങൾ നിറഞ്ഞ ദൃശ്യങ്ങളെത്തുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നും അതിൽ തെറ്റില്ല എന്നും ഉള്ള ഒരു ബോധം തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ PN സുരേഷ് കുമാർ. ദൃശ്യമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സിനിമ, സീരിയൽ, നാടകം, വീഡിയോ ഗെയിംസ്, കൊറിയൻ ഡ്രാമകൾ, അതുപോലെ തന്നെ സ്പോർട്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിവ മനുഷ്യ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇവയുടെ പ്രത്യേകത കുട്ടികളെയും യുവാക്കളെയുമാണ് ഇവ കൂടുതൽ ആകർഷിക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് പല ബോധവൽക്കരണ പരിപാടികളിലും, പ്രത്യേകിച്ച് തെരുവ് നാടകം, നൃത്തം, സംഗീതം എന്നീ കലാപരിപാടികളിലൂടെ നമ്മൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആശയം പൊതുജനങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കുന്നത്. സിനിമാ നടന്മാരെയും നടിമാരെയും വൻകിട ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിക്കുന്നതിന്റെ ഉദ്ദേശവും അവരിൽ ആകൃഷ്ടരായി തങ്ങളുടെ കച്ചവടം കൂട്ടുക എന്ന മനോഭാവത്തോടെയാണ്. ദൃശ്യമാധ്യമങ്ങൾ കുട്ടികളെയും യുവാക്കളെയും പോസിറ്റീവായും നെഗറ്റീവായും സ്വാധീനിക്കാം.
കൂടുതലും നെഗറ്റീവ് കാര്യങ്ങളാണ് ഇവരെ സ്വാധീനിക്കുന്നത്. വ്യക്തിത്വം പൂർണ്ണമായി രൂപപ്പെടാത്ത തലച്ചോറിലേക്ക് സ്ഥിരമായി അക്രമങ്ങൾ നിറഞ്ഞ ദൃശ്യങ്ങൾ എത്തുമ്പോൾ തലച്ചോറിന് ഒരു തരത്തിലുള്ള സെൻസിറ്റൈസേഷൻ സംഭവിക്കാം. അതായത് വയലൻസ് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ രീതി അവലംബിക്കാമെന്നും കുട്ടികൾക്ക് തലച്ചോറ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകുന്നു. ഇതോടുകൂടി നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം അനുകരിക്കുന്ന കുട്ടികളുടെ സ്വഭാവവിശേഷം കൂടി ഒത്തുചേരുമ്പോൾ വയലൻസ് സിനിമകളിലെ വില്ലന്മാർ ഇവരുടെ റോൾ മോഡലായി മാറും. അവരുടെ മാനറിസം, ഡ്രസ്സിംഗ് സ്റ്റൈൽ, അവർ ഉപയോഗിക്കുന്ന വയലൻസ് മാർഗങ്ങൾ എന്നിവ ജീവിതത്തിൽ ഈ കുട്ടികൾ അനുകരിക്കാനായിട്ട് ഇത് പ്രചോദനമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് സെൻസർ ബോർഡ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള സിനിമകൾ കാണുന്നത് നിഷ്കർഷിക്കുന്നത്. പക്ഷെ ഇതിന് പകരം ഇത്തരം സീനുകൾ സിനിമയിൽ നിന്നും മറ്റ് സീനുകളിൽ നിന്നും നീക്കം ചെയ്ത് തിയേറ്ററുകളിലും OTTയിലും റിലീസ് ചെയ്യുന്നത് കുട്ടികളുടെ അക്രമ പ്രവണത അനുകരിക്കുന്നത് ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കാനായി സഹായിക്കും. അക്രമങ്ങൾ മുമ്പും സമൂഹത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നുള്ളത്ര പ്രചാരം അന്ന് കിട്ടിയിരുന്നില്ല. ആക്രമണ ദൃശ്യങ്ങൾ നിറഞ്ഞ സിനിമകൾ സ്വീകരിക്കാൻ പാകമായൊരു സമൂഹത്തിലേക്കാണ് അത്തരം സിനിമകൾ വരുന്നത്. അതേസമയം ഒരു മെച്ചപ്പെട്ട സമൂഹം എന്ന നിലയിൽ ഇത്തരം സിനിമകളെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന ഒരു പരിശീലനമാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ടത്. ചലച്ചിത്ര നിരൂപകയും തൃശൂർ വിമല കോളേജ് മലയാള വിഭാഗം അധ്യാപികയുമായ ഡോക്ടർ അനു പാപ്പച്ചൻ. കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരു വിഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സമൂഹത്തിൽ എന്തൊക്കെ നന്മകളുണ്ടോ അത് കുട്ടികളിലുണ്ടാവും, അതേപോലെ തന്നെ സമൂഹത്തിൽ എന്തൊക്കെ തിന്മകളുണ്ടോ അത് കുട്ടികളിലുണ്ടാവും. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയായിട്ട് കുട്ടികളെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം വയലൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇത്രയധികം പ്രാമുഖ്യം വരുന്നത് ഇത്തരം സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തകൾക്കുള്ളൊരു റീച്ച് കൊണ്ടാണ്. പണ്ടും ഈ വയലൻസ് സമൂഹത്തിൽ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയധികം ദൃശ്യത അല്ലെങ്കിൽ പ്രചാരം ഈ വയലൻസ് വാർത്തകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആയാലും ഇത്തരത്തിലുള്ള വയലൻസിന് ഒരുപാട് റീച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിനിമ കണ്ടിട്ട് കുട്ടികൾ ഹിംസയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഹിംസ കണ്ടിട്ടാണ് സിനിമകൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് രണ്ട് രീതിയിലും ചിന്തിക്കാൻ പറ്റും. കാരണം ഇത്തരത്തിലുള്ള സിനിമകൾ സ്വീകരിക്കാൻ പാകമായ ഒരു സമൂഹത്തിലേക്കാണ് ഈ സിനിമകൾ വരുന്നത്. ഇങ്ങനത്തെ ഒരു ഓഡിയൻസ് ഇല്ല എങ്കിൽ അങ്ങനത്തുള്ള സിനിമകളും വരില്ല. എല്ലാ കാലത്തും ലോകത്തിലെ എല്ലാ സ്ഥലത്തും വയലൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ സിനിമകളിലും വയലൻസ് ഉണ്ട്. അപ്പൊ അത് സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിനെ ഒരു മെച്ചപ്പെട്ട സമൂഹം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കുക എന്നുള്ളതിന്റെ ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന ഒരു സമയമാണ് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം. പ്രത്യേകിച്ച് കൗമാര കാലഘട്ടം മുതൽ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളിലായാലും അല്ലെങ്കിൽ വീട്ടിലായാലും അത്തരത്തിലുള്ള എങ്ങനെയാണ് ഒരു കമ്പാഷൻ ഉണ്ടാകേണ്ടത്, സഹാനുഭൂതി ഉണ്ടാകേണ്ടത്, കരുണയുണ്ടാകേണ്ടത് എന്നുള്ളതൊക്കെ അവർ ശീലിക്കപ്പെടേണ്ടുന്ന ഒരു പ്രായം അതാണെന്നാണ് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. കാരണം പല രാജ്യങ്ങളിലും നിയമങ്ങളുണ്ട്, കർശനമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അമേരിക്ക ഏറ്റവും കർശനമായിട്ടുള്ള നിയമങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിയമങ്ങൾ ഉള്ളപ്പോഴും ഏറ്റവും അധികം തൂക്കുകൊണ്ടുള്ള അല്ലെങ്കിൽ കൊലയടക്കമുള്ള ഹിംസ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ നിയമം കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നിയമം കൊണ്ടല്ലാതെ നമ്മൾ ശീലം കൊണ്ട് ഉണ്ടാക്കേണ്ടത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരാളോട് സഹാനുഭൂതിയോ കരുണയോ അല്ലെങ്കിൽ സഹജാവബോധമോ ഇതൊക്കെയുള്ള ഒരാൾക്ക് നിയമം കൊണ്ടല്ലാതെ തന്നെ അത് പാലിക്കപ്പെടുന്ന ഒരു കുട്ടി ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ആണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ വളരെ വയലൻസ് ഉള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സിനിമകൾ അനുകരണത്തിന്റെ ഒരു പ്രായത്തിൽ അത് അനുകരിക്കപ്പെടാം. പക്ഷെ ആ സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയായ കുട്ടിയാണ് അത് അനുകരിക്കുന്നത്. അതല്ലാത്ത പക്ഷം ഇത് കാണുന്ന ഒരു കുട്ടിക്ക് ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് അതിനുള്ളൊരു ട്രെയിനിങ് ആണ്, മെച്ചപ്പെട്ട ഒരു സമൂഹത്തിൽ ഒരു ഭാഗം എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് വേണ്ടത് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ആക്രമണ രംഗങ്ങൾ കൂടുതലായുള്ള സിനിമകൾ ഒരു ചെറിയ വിഭാഗം കുട്ടികളിൽ അത്തരം ആക്രമണങ്ങൾക്ക് പ്രേരണയാകുന്നുണ്ടാകാം. എന്നാൽ അതാണ് കുട്ടികളിലെ അക്രമവാസനയ്ക്ക് കാരണം എന്നൊരിക്കലും പറയാനാകില്ല. സിനിമകൾ തെറ്റായ സ്വാധീനം സമൂഹത്തിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് നിയന്ത്രണങ്ങളുണ്ടാവണം. അതേസമയം നമ്മുടെ വിദ്യാർത്ഥികളിൽ ആക്രമണോത്സുകതയ്ക്ക് കാരണമാകുന്ന എല്ലാ ഘടകങ്ങളും കണ്ടെത്തി പരിഹരിക്കാനുമാകണം. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.